വെളുത്തൊരു വെളുപ്പാകാലം വെള്ളയെടുത്തൊരു വല്യമ്മാവൻ വെള്ളത്താടിയും തടവിയിരുന്നൊരു വെള്ളപ്പൂച്ചയെ മാടി വിളിച്ചു. വെളുത്തൊരു വെളുപ്പാകാലം വെള്ളയെടുത്തൊരു വല്യമ്മാവൻ വെള്ളത്താടിയും തടവിയിരുന്നൊരു വെള്ളപ്പൂച്ചയെ മാടി വിളിച്ചു. മാടിയൊതുക്കി നീലിമയെഴുതിയ മിഴികളുമായി നീലപ്പൂവുകൾക്കിടയിൽ നിന്നും നീലപ്പൊന്മാനിണയെ തേടി. പച്ചില പാമ്പുകളോ ഞാലാടും പച്ചമരക്കാടും താണ്ടി പച്ച പുതച്ചൊരു പാടത്തെല്ലാം പച്ചത്തവളകൾ പമ്മിയിരുന്നേ. പച്ചില പാമ്പുകളോ ഞാലാടും പച്ചമരക്കാടും താണ്ടി പച്ച പുതച്ചൊരു പാടത്തെല്ലാം പച്ചത്തവളകൾ പമ്മിയിരുന്നേ. മഞ്ഞച്ചേരകൾ മരമണ്ടന്മാർ മഞ്ഞൾ ചെടികൾക്കിടയിലുറങ്ങി മഞ്ഞക്കൊന്നകൾ ചന്തം വെച്ചു മഞ്ഞപ്പൂമഴ പെയ്തു തുടങ്ങി. ചോന്നു തുടുത്തൊരു തുണ്ടിച്ചാറാൽ ചുണ്ടുകൾ ചോന്നു തത്തമ്മയ്ക്കും ചോപ്പ് പുതച്ചു മഞ്ചാടിക്കുരു ചോപ്പിൽ മുങ്ങി രച്ചിപ്പൂവും. അങ്ങനെ ഇങ്ങനെ കാഴ്ചകളുണ്ടേ പല പല കാഴ്ചകൾ നിറഭേദങ്ങൾ. ഞാവൂ ഞാവൂ കുഞ്ഞിപ്പൂച്ച പമ്മി പമ്മി തൊടിയിലിറങ്ങി. A for apple, B for ball, C for cat, D for dog, E for elephant, F for frog, G for എടാ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അതെന്താ നിന്റെ കയ്യില്? കാണിക്ക. ഇതെനിക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ തരില്ല. ഡാ, കള്ളം പറയാതെ, ഇത് നമ്മുടെ ശംഭുവിൻ്റെ അല്ലേ? ഇത് നീ എന്തിനടുത്തേ? ഇത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക്. പോ. ഇത് ഞാൻ തിരിച്ചു കൊടുക്കില്ല. ഇത് എന്റെ സാധനമാണ്. ഡാ, അത് തെറ്റാണ്. നിന്നെ പോലെ മറ്റൊരാളുടെ സാധനം എടുത്ത ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ? ആ കഥ ഞാൻ പറഞ്ഞു തരാം നിനക്ക്. കേട്ടാലോ? ഹായ് ഹായ്, കഥയോ? എനിക്ക് കഥ ഇഷ്ടമാണ്. പറഞ്ഞു തരൂ മീനു. പണ്ട് പണ്ട് അങ്ങ് ദൂരെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ കുസൃതിയായ ഒരു കുരങ്ങനുണ്ടായിരുന്നു. അങ്ങനെ കുരങ്ങൻ ഭക്ഷണം തേടി കാട്ടിനകത്തേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ അവൻ വലിയ ഒരു വാഴത്തോപ്പ് കണ്ടു. ഹായ് ഹായ്, വാഴപ്പഴത്തോട്ടം, കുറെ പഴങ്ങളുണ്ടല്ലോ. അങ്ങനെ അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായി ആരും കാണാതെ അകത്ത് കയറി. ഏതാ എടുക്കോ? ആ, ഇത് കൊള്ളാം.
വയ്യാതെ കൃഷിക്കാരൻ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുരങ്ങ് കഴിക്കുന്ന ശബ്ദം കേട്ട കൃഷിക്കാരൻ തിരിഞ്ഞു നോക്കി. അപ്പോ കുരങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ചു. അടുത്തു വന്ന കൃഷിക്കാരനെ പഴത്തൊലി എറിഞ്ഞു. പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ പഴത്തൊലിയിൽ ചവിട്ടി കൃഷിക്കാരൻ കാൽ വഴുതി നിലത്ത് വീണു. അയ്യോ അമ്മേ, അവനെ പിടിക്കാൻ പറ്റണില്ലേ? അയ്യോ അയ്യോ. കുരങ്ങ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കുരങ്ങ് പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്തു വന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു. അപ്പോ അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയ സന്യാസി മാനിനെ കണ്ടു. ഏയ് മാനെ, എന്ത് പറ്റി നിനക്ക്? നിന്റെ കാലിൽ എന്താ പ്രശ്നം? എന്തിനാ നീ കരയുന്നത്? എനിക്ക് കാല് വയ്യ സന്യാസി, എനിക്ക് നടക്കാൻ കഴിയില്ല, വളരെ ക്ഷീണമാണ്. അപ്പോ അവിടെ വന്ന കുരങ്ങ് ആ സന്യാസിയെ കണ്ടു. ഓ, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ. ഓം ഛീം ധൂം യാം, ഓം ഛീം ധൂം യാം. ഹായ് ഹായ്, എന്റെ കാല് ശരിയായി, എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു. ഓം ഛീം ധൂം യാം. ഇതാ കഴിച്ചോളൂ നിന്റെ ഭക്ഷണം. വളരെ നന്ദി സന്യാസി. ഈ അതിശയം കണ്ട് നമ്മുടെ കുരങ്ങൻ ഞെട്ടിപ്പോയി. ഇത് എന്തൊരു അത്ഭുതം! ആ മന്ത്രപടി ചോദിച്ചതെല്ലാം തരുന്നുണ്ടല്ലോ. ആ മന്ത്രപടി എനിക്ക് കിട്ടിയാൽ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ എല്ലാ പഴവും കിട്ടും. എങ്ങനെയാ മന്ത്രപടി എടുക്കാൻ സാധിക്കും? ആ സന്യാസിയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം. സന്യാസിയുടെ മന്ത്രപടി എടുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ പുറകെ നടന്നു. സന്യാസി പോകുന്നിടത്തെല്ലാം കുരങ്ങും കൂടെ പോയി. അങ്ങനെ സന്യാസി കുളിക്കാൻ വേണ്ടി കുളത്തിലിറങ്ങിയ സമയം നോക്കി കുരങ്ങൻ മന്ത്രവടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അതും കൊണ്ട് ഓടി ഓടി ഒരിടത്ത് ചെന്നു. മന്ത്രവടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോ അവിടെ ഒരു ചക്ക വരെ നിൽക്കുന്നത് അവൻ കണ്ടു. അത് കൊള്ളാം. ഓ ഈ മരത്തിന്റെ പഴങ്ങളെല്ലാം നിന്റെ അടുത്ത് വരട്ടെ. ഹായ്. കുരങ്ങൻ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പഴവും താഴെ വീണു. എന്റെ അടുത്ത് വരാനല്ലേ പറഞ്ഞത്? അയ്യോ, ഓ ഓ ഓ ഓ, അയ്യോ, മന്ത്രം മറന്നുപോയി. അയ്യോ,
എങ്ങനെ രക്ഷപ്പെടും? അയ്യോ, എന്നെ രക്ഷിക്കണേ. ഇതെങ്ങനെ നിർത്തണം? പഴത്തിന് എങ്ങനെ നിർത്തണം? അയ്യോ, എനിക്ക് മന്ത്രപടി വേണ്ടേ, അറിയാതെ എടുത്തതാണ്. പഴം നിർത്തുന്ന മന്ത്രം പറയാൻ കഴിയാതെ കുരങ്ങ് അവസാനം സന്യാസിയുടെ അടുത്ത് ചെന്ന് കരഞ്ഞ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നെ രക്ഷിക്കണം സന്യാസി, എന്നെ രക്ഷിക്കണം, ഈ പഴത്തിൽ നിന്നെ രക്ഷിക്കണം. ഓഹോ, ഇതാണോ പ്രശ്നം? ഓം ഷൂ, തിരിച്ചു പോയിക്കോ. സന്യാസി ഒരു മന്ത്രം പറഞ്ഞ് പഴത്തെ തിരികെ അയച്ചു. എടാ കുരങ്ങേ, ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്? ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, മനസ്സിലായോ? ഇല്ല സന്യാസി, ഞാൻ ഒരിക്കലും ഇനി കള്ളത്തരം ചെയ്യില്ല. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാനിനി നല്ലതുപോലെ ജീവിച്ചോളാം.